ഒരു പുതിയ വ്യായാമ രീതിയെ പറ്റിയാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. പലതരത്തിലുള്ള വ്യായാമങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പലതരത്തിലുള്ള വ്യായാമങ്ങൾ ഇന്ന് പല ആൾക്കാരും ചെയ്യുന്നുമുണ്ട്. വ്യായാമത്തിന്റെ പ്രയോജനങ്ങൾ നന്നായി ലഭിക്കാൻ വേണ്ടിയാണ് മിക്കവരും വ്യായാമം ചെയ്യുന്നത്. അങ്ങനെ വ്യായാമത്തിന്റെ പ്രയോജനങ്ങൾ നന്നായി ലഭിക്കുവാൻ ഈ പുതിയ വ്യായാമ രീതി വളരെയധികം സഹായിക്കുന്നുണ്ട്. ജാപ്പാൻകാരാണ് അത് കണ്ടുപിടിച്ചത്. മിക്കവരും വ്യായാമത്തിന് വേണ്ടി നടപ്പിനെയാണ് ആശ്രയിക്കുന്നത്. അതായത് ബ്രിസ്ക് വാക്കിംഗ് അല്ലെങ്കിൽ വേഗതയിലുള്ള നടപ്പ്. അങ്ങനെ വേഗതയിലുള്ള നടപ്പ് നടക്കുമ്പോൾ നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുന്നു, നമ്മുടെ ശ്വാസകോശത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു, നമ്മുടെ രക്തസംക്രമണം വളരെ നല്ലപോലെ നടക്കുന്നു, കരളിന് ആരോഗ്യം ലഭിക്കുന്നു, തലച്ചോറിന് ആരോഗ്യം ലഭിക്കുന്നു. അങ്ങനെ വളരെയധികം പ്രയോജനങ്ങൾ ലഭിക്കുന്ന ഒന്നാണ് ഈ ബ്രിസ്ക് വാക്കിംഗ്. ഈ പുതിയ വ്യായാമ രീതി അനുസരിച്ച് ഈ ബ്രിസ്ക് വാക്കിംഗ് നമ്മൾ ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ സാധാരണ നടക്കുന്ന രീതിയിലുള്ള നടപ്പും കൂടി നടക്കുക. അതായത് ഇത് ഓൾട്ടർനേറ്റ് ചെയ്ത് നടക്കണം. ഏതാനും മിനിറ്റ് സമയം സാധാരണ നടക്കുകയാണെങ്കിൽ അത് കഴിയുമ്പോൾ അത്രയും തന്നെ സമയം നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് അല്ലെ വേഗതയിലുള്ള നടപ്പ് ചെയ്യുന്നു. ഉദാഹരണമായിട്ട് നമ്മൾ 2 മിനിറ്റ് ബ്രിസ്ക് വാക്കിംഗ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ 2 മിനിറ്റ് സാധാരണയുള്ള നടപ്പാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വേഗതയിലുള്ള നടപ്പും സാധാരണയായിട്ടുള്ള നടപ്പും നമ്മൾ ഓൾട്ടർനേറ്റ് ചെയ്ത് ചെയ്യുന്ന വ്യായാമ രീതിയാണ് നമുക്ക് കൂടുതൽ പ്രയോജനം എന്നാണ് ജപ്പാൻകാർ പറയുന്നത്. ഇതിന് വളരെയധികം പ്രയോജനങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ പുതിയ വ്യായാമ രീതി. അപ്പോൾ നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം കൂടുതലായിട്ട് മിടിക്കുന്നു, നമ്മുടെ രക്ത ഓട്ടം കൂടുതലായിട്ട് നടക്കുന്നു. നമ്മൾ തിരിച്ച് സാധാരണഗതിയിൽ നടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ റേറ്റ് കുറയുന്നു, അത് നോർമൽ ലെവലിൽ വന്നു. പിന്നെയും നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുമ്പോൾ പിന്നെയും ഹൃദയത്തിന്റെ മിടിപ്പ് കൂടുന്നു. അങ്ങനെ റിതമിക്കായിട്ട് ഹൃദയത്തിന്റെ പ്രവർത്തനം ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അത് ഹൃദയ ആരോഗ്യം കൂടുതലായിട്ട് മെച്ചപ്പെടുത്തുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പിന്നെ വ്യായാമം ചെയ്യുന്ന പലരും ഫിറ്റ്നസിന് വേണ്ടിയാണ്, അല്ലെ എൻഡ്യൂറൻസിന് വേണ്ടിയാണ്, കൂടുതൽ ശക്തിക്ക് വേണ്ടിയാണ്. അങ്ങനെയൊക്കെയുള്ള പ്രയോജനങ്ങൾ ലഭിക്കാനും ഈ വ്യായാമം വളരെയധികം സഹായിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഒരു പ്രയോജനം ലഭിക്കുന്നത് പ്രമേഹമുള്ളവർക്കാണ്. പ്രമേഹമുള്ളവർക്ക് അവർക്ക് അവരുടെ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിച്ചു നിർത്തുവാൻ ഈ വ്യായാമം വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത്. അപ്പോൾ ഈ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ പേശികൾ കൂടുതലായിട്ട് ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്നു. അപ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ നിലവാരം കുറയുന്നു. അപ്പോൾ വ്യായാമ സമയത്തും വ്യായാമം ചെയ്യാതെ നമ്മൾ ചുമ്മാതിരിക്കുന്ന സമയത്തും നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ നിലവാരം കുറച്ചു കൊണ്ടുവരുവാനും അല്ലെ അതിനെ നിയന്ത്രിച്ചു നിർത്തുവാനും ഈ വ്യായാമം വളരെയധികം സഹായിക്കുന്നുണ്ട്. ഈ പ്രത്യേക വ്യായാമം നമ്മുടെ ജോയിന്റ് ഫ്രണ്ട്ലി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നിങ്ങൾ ഓടുന്നു എന്ന് വിചാരിക്കുക, അപ്പോൾ നിങ്ങളുടെ കാലിന്റെ മുട്ടിന്റെ ജോയിന്റ് കൂടുതൽ സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്. മുട്ടിന് വേദനയോ അല്ലെ മുട്ടിന് വലിയ ക്ഷതവോ ഒന്നും ഉണ്ടാകാതെ ഒരു ജോയിന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വ്യായാമ മുറയാണ് ഇത്. പിന്നെ മറ്റൊന്ന്, നമുക്ക് സമയമില്ലാത്തവർക്ക് ഈ വ്യായാമം വളരെയധികം പ്രയോജനം ചെയ്യും. ഇന്ന് മിക്ക ആൾക്കാർക്കും വ്യായാമം ചെയ്യാൻ സമയമില്ല എന്നാണ് പറയുന്നത്. കാരണം അവരുടെ ജോലി തിരക്കും മറ്റു പല കാരണങ്ങൾ കൊണ്ടും പലർക്കും വ്യായാമം ചെയ്യാൻ സമയമില്ല. അപ്പം അങ്ങനെ വ്യായാമം ചെയ്യാൻ സമയമില്ലാത്തവർക്ക് വ്യായാമത്തിന്റെ പ്രയോജനം ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ലഭിക്കുന്നതിന് ഈ വ്യായാമം വളരെ നല്ലതാണ്. അതുകൊണ്ട് വളരെ ലോങ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നവര്, ജിമ്മിലൊക്കെ പോയി ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ വ്യായാമത്തിന്റെ പ്രയോജനം ലഭിക്കുവാൻ ഈ വ്യായാമം വളരെ പ്രയോജനം ചെയ്യും. അപ്പോൾ ഇത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് ഈ വ്യായാമം. അത് നിങ്ങൾക്ക് ദിവസേന ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യായാമ മുറയാണിത്. നമുക്ക് മറ്റൊരു റിസ്ക്കും ഇതിനകത്തില്ല. സാവധാനം കുറച്ച് ദൂരം നടക്കുന്നു, അത് കഴിയുമ്പോൾ നിങ്ങൾ ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുന്നു, വീണ്ടും സാവധാനം നടക്കുന്നു, പിന്നീട് വീണ്ടും ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുന്നു. അങ്ങനെ വളരെ ലളിതമായ ഒരു വ്യായാമ മുറയാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെയധികം പ്രയോജനം ചെയ്യും. ഇത് മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടാൻ വേണ്ടി ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.